മറ്റു വാർത്തയിലേക്ക്. ഇടനിലക്കാർക്ക് അവയവം ആവശ്യമുള്ളവരുടെ വിവരം ലഭിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ നിന്നെന്ന് കേരളത്തിലെ ആദ്യ കരൾദാതാവിൻ്റെ വെളിപ്പെടുത്തൽ. കരൾദാതാക്കളിൽ ചിലർ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുമുണ്ട്. രോഗികളെയും ഏജന്റുമാർ ക്യാൻവാസ് ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ NOC നൽകുന്നതിൽ വീഴ്ചയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഈ ഏജന്റുമാർ ഇവിടെ ഫിഷിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെയാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് ഇവർ പഠിക്കുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓർഗൻ വിറ്റിട്ടുള്ള ഒരാൾ ഇതിൻ്റെ മീഡിയേറ്ററായി വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഏജൻറ്റിന് ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയതിൻ്റെ പേരിലും ഇവരാരും പുറത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവില്ല. നമ്മൾ പൈസ മേടിച്ച് അവയവം കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അയാൾ പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറയില്ല, പൈസ മേടിച്ചിട്ട് ഓർഗൻ കൊടുത്തു എന്നുള്ളത്. ലബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി. ലബി, വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. നികേഷ്, തീർച്ചയായും സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ അവയവ മാഫിയ തഴച്ചു വളരുന്നത് എന്ന് തന്നെയാണ് ആദ്യമായി കേരളത്തിൽ കരൾ മാറ്റൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കരൾ ദാതാവ് ആദ്യമായി കരൾ നൽകിയ ആൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അൻഷാദാണ്, ഗുരുവായൂർ സ്വദേശി അൻഷാദാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ നമ്മളോട് നടത്തിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അവരിൽ ഒരു സാമ്പത്തികമായി പിന്നാക്കമുള്ള ആളുകളെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷനുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ അവയവ മാറ്റത്തിനായി വന്നിരിക്കുന്ന രോഗികളുടെ ലിസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് രോഗികളെ സമീപിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി കരൾ അടക്കമുള്ള വൃക്ക അടക്കമുള്ള ഇന്റേണൽ ഓർഗൻസ് ദാനം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഇടനിലയായി വർത്തിച്ചുകൊണ്ട് ഇത്തരം അവയവ കച്ചവടം നടത്തുന്നു. ഇതിന് സ്വകാര്യ ആശുപത്രികളുടെ എല്ലാം പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് അൻഷാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഒന്നും തന്നെ കൊടുക്കുന്നവരോ വാങ്ങുന്നവരോ പുറത്തു പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വലിയ ആക്ഷേപം, എങ്ങനെയാണ് ഇത്തരത്തിൽ NOC എളുപ്പത്തിൽ ലഭിക്കുക? ഒരുപാട് സർട്ടിഫിക്കറ്റ്സുകൾ ഒരുക്കേണ്ടതുണ്ട്, പോലീസിൽ നിന്ന് NOC ലഭിക്കേണ്ടതുണ്ട്. ഒരു കരൾ അല്ലെങ്കിൽ ഒരു വൃക്ക, ഏതെങ്കിലും അവയവം ദാനം ചെയ്യുന്നതിന് ഈ വരുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും പോലീസിന് കൃത്യമായ വിവരങ്ങളും ലഭിക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കരൾ ദാനം ചെയ്യാൻ എത്തുന്നവർക്കൊക്കെ ഇത്തരത്തിൽ NOC നൽകുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. 10-35ഓളം പല ഡോക്യുമെന്റ്സ് തയ്യാറാക്കിയാണ് താൻ ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. അന്ന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഓരോ NOCയും ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ. എന്നിട്ടും ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവയവം ദാനം ചെയ്യുന്നവർക്ക് NOC അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നു. എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി ആ നാട്ടിൽ അന്വേഷിക്കണം. അന്വേഷിച്ചതിനൊക്കെ ശേഷമാണ് NOC നൽകേണ്ടത്. എന്നിട്ടും ഇത്തരത്തിൽ ഇതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോകുന്നു. ഈ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഏജന്റുമാർ വളരുന്നതിന്റെ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ അൻഷാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഏതെങ്കിലും അവയവം ദാനം ചെയ്യുന്നവർ ഇത്തരം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നു. ഈ ദാനം ചെയ്യുന്നവർ പിന്നീട് ഏജന്റുമാരുമായി ചേർന്ന് ഏജന്റുകളായി മാറുന്ന ഒരു തെറ്റായ പ്രവണതയും ഇവിടെ നടക്കുന്നുണ്ട്. അതും എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായി വരുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ദാതാക്കളെയും അല്ല, ചിലർ ഇത്തരത്തിൽ അവയവദാനം നടത്തുന്നവർ ചിലർ ഏജന്റുമാരുടെ കെണിയിൽ വീണ് അവരും ഈ ഏജന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും കേരളത്തിൽ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അൻഷാദ് നടത്തുന്നത്. ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇടനിലക്കാർക്ക് അവയവം ആവശ്യമുള്ളവരുടെ വിവരം ലഭിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണെന്ന് കേരളത്തിലെ ആദ്യ കരൾ ദാതാവ് വെളിപ്പെടുത്തുന്നു. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലബി സജീന്ദ്രൻ.